ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിയാൽന കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ആഫ്രിക്കൻ ഡിഷുമായിട്ടാണ് എത്തിയിരിക്കുന്നത്, ചിക്കൻ പെരി പെരി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ പെരി പെരി ചിക്കൻ ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 7 പീസ് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലെഗ് പീസ് ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ലെഗ് പീസ് മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇനി പച്ചമുളക്, ഞാനൊരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ശരിക്കും ഇതിന് ആപ്റ്റായിട്ടുള്ള പഴുത്ത മുളകാണ്. അപ്പോൾ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. 10 എടുത്തിട്ടുണ്ട്, രണ്ടും കൂടി. ഇനി വേണ്ടുന്നത് ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറുനാരങ്ങയുടെ നീര്, 10 അല്ലി വെളുത്തുള്ളി, 2 ബേ ലീവ്സ്. പിന്നെ നമുക്ക് വേണ്ടുന്ന സ്പൈസസ് എന്ന് പറയുന്നത് പാപ്രിക്കയാണ്. അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതൊരു 3 ടേബിൾ സ്പൂൺ നമ്മൾ ഇടണം. പിന്നെ നമ്മൾ ഓയിൽ, അതൊരു 4 ടേബിൾ സ്പൂൺ ഓയിൽ വേണം. ഇത്രയാണ് ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ആദ്യം നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് വെളുത്തുള്ളി, ബേ ലീവ്സ് നമുക്ക് കീറി ഇട്ട് കൊടുക്കാം. പിന്നെ നാരങ്ങ നീര്, ഉപ്പ് അത് നമുക്ക് ആദ്യം കുറച്ചിടാം. ഇനി അരച്ച് കിട്ടിയിട്ട് നമുക്ക് നോക്കിയിട്ടിടാം. പിന്നെ പാപ്രിക്ക ഇച്ചിരി കൂടുതൽ വേണം, കാരണം അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലാണ്, നമ്മൾ വെള്ളമൊന്നും ഒഴിക്കില്ല, ഇതിലാണ് നമുക്കിത് പേസ്റ്റായിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്കിത് മിക്സിയിൽ വെച്ചൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ വേണം യൂസ് ചെയ്യാൻ. ഒലിവ് ഓയിലോ സാധാ വെജിറ്റബിൾ ഓയിലോ നമുക്കിതിന് വേണ്ടി യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നമുക്കിത് നന്നായിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം. നമ്മളിത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഇനി നമുക്കിത് ഗ്രില്ലിംഗ് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രില്ലിംഗ് പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വേറെ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ആ പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. കുറച്ചൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഒരു സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചത്. ഇപ്പം മീഡിയം ഫ്ലെയിമിലേക്ക് ഫ്ലെയിം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 15 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പെരി പെരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റ് എടുത്ത് ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇനി നമ്മൾക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ മുരിഞ്ഞ ഭാഗങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടി തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വളരെ സിമ്പിൾ സ്റ്റെപ്പിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല രുചിയേറിയതായിട്ടുള്ളൊരു വിഭവം കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വിഭവമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.